ദാ ഇങ്ങനെ നോക്കിയാൽ മതി. അതായത് RNH പ്ലസ് ClCOR ആണല്ലോ. ഈ HCl അങ്ങ് ഇറങ്ങിപ്പോവും. നമുക്ക് എന്ത് കിട്ടും? We will get RNHCOR. RNHCOR കിട്ടും. ഓക്കെ, we will get RNHCOR കിട്ടും. ഈ HCl പോയിട്ട്. This reaction is called acylation reaction. ഓക്കെ, ഈ റിയാക്ഷനെ നമ്മൾ എന്ത് പറയുന്നത്? acylation. For example C double bond O Cl പ്ലസ് നമ്മുടെ അടുത്തൊരു അമീൻ ഉണ്ടെന്ന് വെച്ചാൽ, അനിലീൻ ഉണ്ടെന്ന് വെച്ചാൽ, H എന്ത് സംഭവിക്കും? HCl എലിമിനേറ്റ് ആവും. നമുക്ക് എന്ത് പ്രോഡക്റ്റ് കിട്ടും? NH benzene അല്ലേ? We will get a product like this. ഈ പരിപാടിയാണ് നമ്മൾ അസൈലേഷൻ എന്ന് വിളിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അസൈലേഷൻ. റിയാക്ഷൻ ഓഫ് ആൻ അമീൻ വിത്ത് ആസിഡ് ക്ലോറൈഡ് ഓർ അൺഹൈഡ്രൈഡ് ടു ഫോം അസൈലേറ്റഡ് അമീൻ. ഓക്കെ, അസൈലേറ്റഡ് അമീൻ. NHൽ എന്ത് ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ആകും? ആ നൈട്രജനിൽ എന്ത് ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ആകും? അസൈൽ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ആകും. ആ റിയാക്ഷനെയാണ് നമ്മൾ അസൈലേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? പറഞ്ഞ കാര്യം കിട്ടിയോ? ഓക്കെ. Now, ഇനിയുള്ള റിയാക്ഷൻസ്, ദാറ്റ് ഈസ് കാർബൈലമീൻ റിയാക്ഷൻ, നൈട്രസ് ആസിഡ് റിയാക്ഷൻ, ഹിൻസ്ബർഗ് റിയാക്ഷൻ. ഇങ്ങനെ 3 റിയാക്ഷൻസ് ആണ്. ഈ 3 റിയാക്ഷൻസും യു ഷുഡ് റിമെമ്പർ പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി അമീൻസിനെ തമ്മിൽ തിരിച്ചറിയാൻ നമ്മൾ ഉപയോഗിക്കുന്ന റിയാക്ഷനാണ്. ഫോർ എക്സാമ്പിൾ, കാർബൈലമീൻ റിയാക്ഷൻ എന്നാന്ന് ചോദിച്ചാൽ, യു വിൽ ട്രീറ്റ്, നിങ്ങളൊരു പ്രൈമറി അമീൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, when you treat it with chloroform CHCl3 in presence of KOH. Okay, so if you have a primary amine in your hands and you are treating this primary amine with the chloroform in presence of a KOH or NaOH, okay, നമുക്ക് എന്ത് കിട്ടും? നമുക്കൊരു RNC കിട്ടും. എന്ത് കിട്ടും? RNC, ഐസോസൈനൈഡ്. നമുക്ക് എന്ത് കിട്ടും? ഒരു ഐസോസൈനൈഡ് കിട്ടും. ഓക്കെ, RNC അല്ലെങ്കിൽ ഒരു ഐസോസൈനൈഡ് കിട്ടും. ഈ ഐസോസൈനൈഡ് ഫോർമേഷനെയാണ് നമ്മൾ കാർബൈലമീൻ. ഓക്കെ, ഈ ഐസോസൈനൈഡ് ഈസ് ഓൾസോ നോൺ ആസ് കാർബൈലമീൻ. ഓക്കെ, സോ ഈ റിയാക്ഷനാണ് നമ്മൾ കാർബൈലമീൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ ഈ റിയാക്ഷൻ തരണമെന്നുണ്ടെങ്കിൽ അത് ആരേ തരൂ? ഒരു പ്രൈമറി അമീൻ മാത്രമേ തരുള്ളൂ. ഓക്കെ, സോ നിങ്ങൾ ഒരു അമീനെ എടുത്തിട്ട് ക്ലോറോഫോമുമായിട്ടും KOH-ഉമായിട്ട് റിയാക്ട് ചെയ്യിക്കുക. ഭയങ്കര സഹിക്കാൻ വയ്യാത്തൊരു പഞ്ചൻ്റ് സ്മെല്ല് പ്രൊഡ്യൂസ് ആയാൽ ദാറ്റ് ഷോസ് അവർ അമീൻ ഈസ് പ്രൈമറി അമീൻ. കാരണം ഈ ഐസോസൈനൈഡിന് വളരെ വളരെ മോശം ഒരു സ്മെല്ലാണ് ഉള്ളത്. ഓക്കെ, സോ ഐസോസൈനൈഡിൻ്റെ ഫോർമേഷൻ നമുക്ക് ആ മോശം സ്മെല്ല് വഴി അറിയാൻ പറ്റും. മോശം സ്മെല്ല് ഉണ്ടായാൽ പ്രൈമറി അമീൻ, ഉണ്ടായില്ലെങ്കിൽ പ്രൈമറി അമീൻ അല്ല, സെക്കൻഡറിയോ ടെറിഷറിയോ. ഓക്കെ ആണല്ലോ? പറഞ്ഞത് മനസ്സിലായേ? സോ കാർബൈലമീൻ റിയാക്ഷൻ തരണമെന്നുണ്ടെങ്കിൽ ആരേ തരൂ? പ്രൈമറി മാത്രമേ തരൂ. എന്താ കാർബൈലമീൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? ഒരു പ്രൈമറി അമീനെ നമ്മൾ ക്ലോറോഫോമും KOH അല്ലെങ്കിൽ NaOH ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഐസോസൈനൈഡ് ഉണ്ടാവുന്ന റിയാക്ഷനാണ് നമ്മൾ കാർബൈലമീൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. കാർബൈലമീൻ റിയാക്ഷൻ ആര് മാത്രമേ തരുള്ളൂ? പ്രൈമറി അമീൻസ് മാത്രമേ തരുള്ളൂ. പറഞ്ഞ കാര്യം മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ. അടുത്തത് നൈട്രസ് ആസിഡ്. ഓക്കെ, നൈട്രസ് ആസിഡ് വെക്കുമ്പോൾ നമ്മുടെ കയ്യിലൊരു പ്രൈമറി അമീൻ ഉണ്ടെന്ന് വെച്ചോ. ഓക്കെ, പ്രൈമറി അമീൻ ഉണ്ടെന്ന് വെച്ചോ, ഒരു പ്രൈമറി ആലിഫാറ്റിക് അമീൻ. ഇഫ് യു ട്രീറ്റ് എ പ്രൈമറി ആലിഫാറ്റിക് അമീൻ വിത്ത് നൈട്രസ് ആസിഡ്, നിങ്ങൾക്ക് എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് ആൽക്കഹോൾ. നിങ്ങൾക്ക് എന്ത് കിട്ടും? ആൽക്കഹോൾ കിട്ടും. ഓക്കെ, ആൻഡ് ഇഫ് യു ഹാവ് എ പ്രൈമറി അരോമാറ്റിക് അമീൻ, ഒരു പ്രൈമറി അരോമാറ്റിക് അമീൻ ആണെങ്കിലോ നിങ്ങൾക്ക് ഡയാസോണിയം സോൾട്ട് കിട്ടും. ഓക്കെ,
ഇവിടെയും ഡയാസോണിയം സോൾട്ട് ഉണ്ടാവുന്നുണ്ട്, പക്ഷേ ഇവിടുത്തെ ഡയാസോണിയം സോൾട്ട് ഒട്ടും സ്റ്റേബിൾ അല്ല. സോ അതുകൊണ്ട് ഡയറക്റ്റായിട്ട് എങ്ങോട്ട് പോകും? ആൽക്കഹോളിലോട്ട് പോകും. സോ പ്രൈമറി അരോമാറ്റിക് ആണെങ്കിൽ ഡയാസോണിയം സോൾട്ട് കിട്ടും. ആൻഡ് സെക്കൻഡറി ആൻഡ് ടെറിഷറി അമീൻസ് ദേ ഗീവ് ഡിഫറെൻറ്റ് പ്രോഡക്ട്സ്. ഓക്കെ, ഈ നൈട്രസ് ആസിഡുമായിട്ട് ഇവർ ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് ആയിരിക്കും തരിക. സോ യു ക്യാൻ ഡിഫറൻഷിയേറ്റ് primary, secondary and tertiary amines using the products formed. Okay, so സെക്കൻഡറിയുടെയും ടെറിഷറിയുടെയും പ്രോഡക്ട്സ് എന്താണെന്ന് നമുക്ക് നമ്മുടെ NCERT-യിൽ പഠിക്കാനില്ല, പക്ഷേ ഡിഫറെൻറ്റ് പ്രോഡക്ട്സാണ്. സെക്കൻഡറി ഒരു ഓയിലി അപ്പിയറൻസ് ഉള്ള പ്രോഡക്റ്റാണ് തരിക. സെക്കൻഡറി എന്ത് തരും? ഒരു ഓയിലി അപ്പിയറൻസ് ഉള്ള പ്രോഡക്റ്റ് തരും. ടെറിഷറി വേറൊരു സെപ്പറേറ്റ് കൈൻഡ് ഓഫ് പ്രോഡക്റ്റ് തരും. ഓക്കെ, ഒരു പ്രസിപ്പിറ്റേറ്റ് തരും. ഓക്കെ, സംതിങ് ലൈക്ക് ദാറ്റ്. സോ ബേസിക്കലി അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ സെക്കൻഡറിയുടെയും ടെറിഷറിയുടെയും നിങ്ങൾക്ക് പ്രോഡക്റ്റ് പഠിക്കാനില്ല. നിങ്ങൾ തൽക്കാലം പ്രൈമറിയുടെ പ്രോഡക്റ്റ് പഠിക്കുക. പ്രൈമറി ആലിഫാറ്റിക് അമീൻ ആണെങ്കിൽ ആൽക്കഹോളും, പ്രൈമറി അറോമാറ്റിക് അമീൻ ആണെങ്കിൽ ഡയാസോണിയം സോൾട്ടും ആയിരിക്കും വിത്ത് നൈട്രസ് ആസിഡ് തരിക. നൈട്രസ് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താ? HNO2 ആണ് കേട്ടോ. HNO2-നെയാണ് നമ്മൾ നൈട്രസ് ആസിഡ് എന്ന് പറയുക. HNO2 ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ റിയാക്ടിങ് NaNO2 വിത്ത് HCl. ഓക്കെ, NaNO2 HCl-ഉം കൂടെ, HCl അല്ലെങ്കിൽ H2SO4, ഏതെങ്കിലും ഒരു മിനറൽ ആസിഡ്, NaNO2 പ്ലസ് മിനറൽ ആസിഡ് ഗീവ്സ് നൈട്രസ് ആസിഡ്. ഓക്കെ, സോ നൈട്രസ് ആസിഡ് പ്രൈമറി അമീനുമായിട്ട് റിയാക്ട് ചെയ്താൽ ആലിഫാറ്റിക് ആണെങ്കിൽ ആൽക്കഹോളും, അരോമാറ്റിക് ആണെങ്കിൽ ഡയാസോണിയം സോൾട്ടും തരും. ആൻഡ് സെക്കൻഡറിക്കും ടെറിഷറിക്കും വിത്ത് നൈട്രസ് ആസിഡ് ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് ആണുള്ളത്. സോ ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് ഉള്ളത് കാരണം പ്രോഡക്റ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ ആണല്ലോ? ഓക്കെ, നൗ കമ്മിങ് ടു ഹിൻസ്ബർഗ് റിയേജൻറ്റ്. ആദ്യം എന്താണ് ഹിൻസ്ബർഗ് റിയേജൻറ്റ്? ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡിനെയാണ് നമ്മൾ ഹിൻസ്ബർഗ് റിയേജൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഹിൻസ്ബർഗ് റിയേജൻറ്റ്? ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ്, ഇതാണ് ഹിൻസ്ബർഗ് റിയേജൻറ്റ്. ഈ ഹിൻസ്ബർഗ് റിയേജൻറ്റിനെ നിങ്ങളൊരു പ്രൈമറി അമീനുമായിട്ട് റിയാക്ട് ചെയ്യിച്ചു എന്ന് വെച്ചോ. പ്രൈമറി അമീനുമായിട്ട് റിയാക്ട് ചെയ്യിച്ചു. ഓക്കെ, നിങ്ങളുടെ പ്രോഡക്റ്റ് എന്തായിരിക്കും? യുവർ പ്രോഡക്റ്റ് വിൽ ബി ബെൻസീൻ റിംഗ്, എസ് ഡബിൾ ബോണ്ടോ NRH. ഓക്കെ, ഇതായിരിക്കും നിങ്ങളുടെ പ്രോഡക്റ്റ്. ഓക്കെ, ഇനി നിങ്ങൾ ഇതേ ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡിനെ ഒരു സെക്കൻഡറി അമീനുമായിട്ട് ട്രീറ്റ് ചെയ്യാന്ന് വെച്ചോ. NHR2 അല്ലേ സെക്കൻഡറി അമീൻ എന്ന് പറയുമ്പം ട്രീറ്റ് ചെയ്യാന്ന് വെച്ചോ. നിങ്ങളുടെ പ്രോഡക്റ്റ് എങ്ങനെ ഇരിക്കും? നിങ്ങളുടെ പ്രോഡക്റ്റ് എസ് ഡബിൾ ബോണ്ടോ NR, നിങ്ങളുടെ പ്രോഡക്റ്റ് ഇതായിരിക്കും. ഓക്കെ, ഇനി ഇതേ ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡിനെ നിങ്ങൾ ഒരു ടെറിഷറി അമീനുമായിട്ട് ട്രീറ്റ് ചെയ്തു എന്ന് വെച്ചോ. ടെറിഷറി അമീൻ, ഇവിടെ നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടുമോ? ഇവിടെ നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഉണ്ടാവില്ല. നോ റിയാക്ഷൻ, ബിക്കോസ് വി ഡോണ്ട് ഹാവ് എനി റീപ്ലേസബിൾ ഹൈഡ്രജൻ അല്ലേ. ഇവിടെ നമുക്ക് എന്തില്ല? റീപ്ലേസബിൾ ഹൈഡ്രജൻ ഇല്ല. അതുകൊണ്ട് ഇവിടെ എന്തുണ്ടാവില്ല? റിയാക്ഷൻ ഉണ്ടാവില്ല. നൗ ലുക്ക് അറ്റ് ദ 2 other പ്രോഡക്ട്സ്. മറ്റ് 2 പ്രോഡക്ട്സിലൊന്ന് നോക്കിക്കേ. ഇവിടെ നിങ്ങൾക്ക് കാണാം യു ഹാവ് എ ഹൈഡ്രജൻ അറ്റാച്ച്ഡ് ടു ദ നൈട്രജൻ and that hydrogen is highly acidic. ആ ഹൈഡ്രജൻ എങ്ങനെയാണ്? ഹൈലി അസിഡിക് ഹൈഡ്രജൻ ആണ്. ആ ഹൈഡ്രജൻ ഹൈലി അസിഡിക് ഹൈഡ്രജൻ ആണ്. ഓക്കെ, സോ അതൊരു അസിഡിക് ഹൈഡ്രജൻ ആയതുകൊണ്ട് തന്നെ ഈ സിസ്റ്റത്തിലോട്ട് നിങ്ങളൊരു ആൽക്കലി ആഡ് ചെയ്താൽ, ഓക്കെ, ഈ സിസ്റ്റത്തിലോട്ട് നിങ്ങളൊരു ആൽക്കലി ആഡ് ചെയ്താൽ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദിസ് അസിഡിക് ഹൈഡ്രജൻ അതെങ്ങനെയായിരിക്കും? ഡിസോൾവ് ചെയ്ത് പോകും. ആ ഇപ്പം ഇവിടെ ഉണ്ടായ ഈ പ്രസിപ്പിറ്റേറ്റ് എന്ത് ചെയ്യടാ മക്കളെ? ഈ സാധനം ഉണ്ടാകുമ്പോൾ ഒരു പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവും. ഓക്കെ, ഈ സിസ്റ്റം ഉണ്ടാകുമ്പോൾ ഒരു പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവും. ആ പ്രസിപ്പിറ്റേറ്റ് ആൽക്കലി ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഡിസോൾവ് ചെയ്ത് പോകും. ബിക്കോസ് യു ഹാവ് അസിഡിക് ഹൈഡ്രജൻ.
ഓക്കെ. പക്ഷെ രണ്ടാമത്തെ സിസ്റ്റം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇവിടെയും നിങ്ങൾക്കൊരു പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവും. പക്ഷെ ആ പ്രസിപ്പിറ്റേറ്റിലോട്ട് നിങ്ങൾ ആൽക്കലി ആഡ് ചെയ്താൽ ആ പ്രസിപ്പിറ്റേറ്റ് എന്ത് ചെയ്യില്ല, ഡിസോൾവ് ആകുകയില്ല. എന്താവുകയില്ല, ഡിസോൾവ് ആകുകയില്ല. ബിക്കോസ് ഈ സിസ്റ്റത്തിൽ എന്തില്ല, ഈ സിസ്റ്റത്തിൽ യു ഹാവ് നോ അസിഡിക് ഹൈഡ്രജൻ. ഈ സിസ്റ്റത്തിൽ അസിഡിക് ഹൈഡ്രജൻ ഒന്നും ഇല്ലാത്ത കാരണം ആൽക്കലി ആഡ് ചെയ്താൽ അത് എന്താവില്ല, പ്രസിപ്പിറ്റേറ്റ് ആവില്ല. ഓക്കെ, സോ ദിസ് ഈസ് ദി ഹിൻസ്ബർഗ് റിയാക്ഷൻ. സോ ഹിൻസ്ബർഗ് റിയാക്ഷൻ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് പ്രൈമറിയെ സെക്കൻഡറിയും ടെർഷറിയും ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്? പ്രൈമറി ആണെങ്കിൽ ആ പ്രസിപ്പിറ്റേറ്റ് സൊല്യൂബിൾ ഇൻ ആൽക്കലി ഉണ്ടാവും, സെക്കൻഡറി ആണെങ്കിൽ പ്രസിപ്പിറ്റേറ്റ് ഇൻസൊല്യൂബിൾ ഇൻ ആൽക്കലി ആയിരിക്കും, ആൻഡ് ടെർഷറി ആണെങ്കിൽ നോ പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും. ഓക്കെ, സോ ലൈക്ക് ദിസ് യു ക്യാൻ ഐഡൻറ്റിഫൈ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി യൂസിങ് ഹിൻസ്ബർഗ് റിയേജൻറ്റ്. പറഞ്ഞ കാര്യം മനസ്സിലായോ? ഹിൻസ്ബർഗ് റിയേജൻ്റെ ഐഡിയ കിട്ടിയോ? സോ ഹിൻസ്ബർഗ് റിയേജൻ്റ് ആണെങ്കിൽ എങ്ങനെയാണെന്നും എന്തൊക്കെയാണ് പ്രോഡക്റ്റ് എന്നും മനസ്സിലായല്ലോ. ഓക്കെ അല്ലേ? ഓക്കെ, സോ കഴിഞ്ഞ 3 റിയാക്ഷൻസ് ഏതൊക്കെ? കാർബൈലമീൻ, ഹിൻസ്ബർഗ്, അതേപോലെ തന്നെ നൈട്രസ് ആസിഡ്. ഈ 3 റിയാക്ഷൻസ് സെക്കൻഡറിയും ടെർഷറിയും പ്രൈമറിയും ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന റിയാക്ഷൻസ് ആണ്. സെറ്റ് അല്ലേ? പറഞ്ഞത് മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? ഡീലല്ലേ? ഓക്കെ. അടുത്തത് അരോമാറ്റിക് അമീൻസിൻ്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ്. അരോമാറ്റിക് അമീൻസിൻ്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് പഠിക്കുന്ന സമയത്ത് ഹാലജനേഷൻ, നൈട്രേഷൻ, സൾഫോണേഷൻ, നമുക്കറിയാം ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ഉള്ളത് ഹൈഡ്രജനേഷൻ, നൈട്രേഷൻ, സൾഫോണേഷൻ, ഇവരെ 3 കൂടാതെ ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷനും ഉണ്ട്. ഓക്കെ, സോ ഇവിടെ ഞാനത് എഴുതിയിട്ടില്ല. എന്തുകൊണ്ട് എഴുതിയിട്ടില്ല? ബിക്കോസ് അമീൻസ് ഫ്രിഡൽ ക്രാഫ്റ്റ് തരത്തില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അമീൻസിനെ ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞു, അമീൻസ് ലൂയിസ് ആസിഡ്സ് ബേസസ് ആണ്. ഓക്കെ, ആൻഡ് ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷനിൽ നമ്മൾ ലൂയിസ് ആസിഡായ AlCl3 ഉപയോഗിക്കുന്നുണ്ട്. സോ ലൂയിസ് ബേസായ അമീൻ ലൂയിസ് ആസിഡായ AlCl3 ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് സോൾട്ട് ഫോർമേഷൻ നടക്കും. അതുകൊണ്ട് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് സോൾട്ട് നമുക്ക് ഡിസേർഡ് റിയാക്ഷൻ അവിടെ നടക്കത്തില്ല. ആ സോൾട്ട് ഫോർമേഷൻ കാരണം നമുക്ക് വേണ്ട റിയാക്ഷൻ എന്താണോ അതവിടെ നടക്കത്തില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻസ് ആര് തരാറില്ല? അമീൻസ് തരാറില്ല. ഓക്കെ, സോ അമീൻസ് തരുന്നത് 3 ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ്. ഹാലജനേഷൻ, നൈട്രേഷൻ, പിന്നെ സൾഫോണേഷൻ. സോ ഹാലജനേഷൻ റിയാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാലജനേഷൻ റിയാക്ഷൻസ് എന്ന് പറഞ്ഞു പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ് ഹാലജനേഷൻ റിയാക്ഷൻ. നമ്മളിപ്പോൾ ഒരു അമീൻ എടുക്കുന്നു, അനിലിൻ, അതിനെ നിങ്ങൾ ബ്രോമിനുമായിട്ട് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്കറിയാം ഈ NH2 എന്ന് പറയുന്നത് ഹൈലി ആക്ടിവേറ്റിംഗ് ആണ് കേട്ടോ, ഹൈലി ആക്ടിവേറ്റിംഗ് ആണ്. സോ ഇറ്റ് മേക്സ് ദിസ് ബെൻസീൻ റിംഗ് ഹൈലി ആക്ടിവേറ്റഡ് ടുവേർഡ്സ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. അതുകൊണ്ട് തന്നെ ഇഫ് യു ആർ ട്രീറ്റിംഗ് ദിസ് ബ്രോമിൻ ഇൻ പ്രസൻസ് ഓഫ് വാട്ടർ, നമുക്ക് എന്ത് കിട്ടും? നമുക്കുണ്ടല്ലോടാ എല്ലാ ഓർത്തോപാരാ പൊസിഷൻസിലും ആര് വന്നിരിക്കും? ബ്രോമിൻ വന്നിരിക്കും. എല്ലാ ഓർത്തോപാരാ പൊസിഷൻസിലും ആയിരിക്കും? ബ്രോമിൻ ഇരിക്കും. യു വിൽ ഗെറ്റ് എ ട്രൈബ്രോമോ പ്രോഡക്റ്റ്. ഓക്കെ, നിങ്ങൾ സിമ്പിളായിട്ട് അനിലീനെ എടുത്തിട്ട് ബ്രോമിനുമായിട്ട് റിയാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും എന്തേ കിട്ടുള്ളൂ? ഒരു ട്രൈബ്രോമോ പ്രോഡക്റ്റേ കിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ബിക്കോസ് ദീസ് അനിലീൻസ് ആർ ഹൈലി ആക്ടിവേറ്റഡ് ടുവേർഡ്സ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്. അതുകൊണ്ടാണ്. ഓക്കെ, സോ അതുകൊണ്ട് നമ്മൾക്ക് ആദ്യം ഇവിടെ ഇപ്പോൾ നിങ്ങൾക്കൊരു മോണോബ്രോമോ പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു റെഡ്യൂസ് ദി റിയാക്ടിവിറ്റി ഫസ്റ്റ്. ടു റെഡ്യൂസ് ദ റിയാക്ടിവിറ്റി നമ്മൾ അതിനെ എന്ത് ചെയ്യുമെന്ന് അറിയോടാ? നമ്മൾ അതിനെ അസൈലേറ്റ് ചെയ്യും. അസൈലേറ്റ് ചെയ്യും. ഓക്കെ, സോ ബേസിക്കലി അസൈലേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ? എന്താണ്? നമ്മുടെ NH2 ഉള്ള സിസ്റ്റത്തെ നമ്മൾ ആരുമായിട്ട് റിയാക്ട് ചെയ്യിക്കും? ഒരു RCOCl ആയിട്ട് റിയാക്ട് ചെയ്യിക്കും. അപ്പം നമുക്ക് എന്ത് കിട്ടും? നമുക്കൊരു അസൈലേറ്റഡ് NH2 അല്ലേ? NHCOR. യു വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ് അല്ലേ? എന്നിട്ട് ഇതിനെ നമ്മൾ ആരുമായിട്ട് റിയാക്ട് ചെയ്യിക്കും? ബ്രോമിൻ ആയിട്ട് റിയാക്ട് ചെയ്യിക്കും. ഓക്കെ, ഇപ്പം നമുക്ക് മേജർലി ഒറ്റ പ്രോഡക്റ്റ് കിട്ടും. ദാറ്റ് ഈസ് NHCOR, പാരാ പൊസിഷനിൽ ബ്രോമിൻ.
ഓക്കെ, അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും ഇനി തിരിച്ച് അനലീനാക്കാൻ എന്ത് ചെയ്യണം? ഇനി തിരിച്ച് അനലീനാക്കാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ഹൈഡ്രോളൈസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, യു സിംപ്ലി ഹൈഡ്രോളൈസ്, യു വിൽ ഗെറ്റ് യുവർ NH2 ബാക്ക്. ഓക്കെ, സോ ആഫ്റ്റർ അസൈലേഷൻ നിങ്ങൾ ബ്രോമിനേഷൻ അല്ലെങ്കിൽ ഹാലോജനേഷൻ ചെയ്താൽ നിങ്ങൾക്ക് മോണോ ഹാലോ പ്രോഡക്റ്റ് കിട്ടും. ഇല്ലെന്നുണ്ടെങ്കിൽ യു വിൽ എൻഡപ്പെട്ട ട്രൈ ഹാലോ പ്രോഡക്റ്റ്. ഓക്കെ, ക്ലിയർ? അടുത്തത് നൈട്രേഷൻ. ഓക്കെ, അടുത്ത റിയാക്ഷനാണ് എന്ത്? നൈട്രേഷൻ റിയാക്ഷൻ. നൈട്രേഷനും ഇതുപോലെ തന്നെ ഒരു പ്രശ്നമുണ്ട്. നൈട്രേഷൻ്റെ പ്രശ്നം പക്ഷെ അതല്ല, നൈട്രേഷൻ്റെ പ്രശ്നം കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. നിങ്ങൾക്കറിയാം നൈട്രേഷൻ എന്ന് പറയുമ്പോൾ നൈട്രേഷൻ ഹാപ്പൻസ് യൂസിങ് എ മിക്സ്ചർ ഓഫ് HNO3 ആൻഡ് H2SO4. ഞാൻ ആ ബേസിസിറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു നമ്മുടെ അമീൻ എന്ന് പറയുന്നത് ഒരു ബ്രോൺസ്റ്റഡ് ബേസും കൂടിയാണ്. ദാറ്റ് ഈസ് ഇറ്റ് ക്യാൻ അക്സെപ്റ്റ് H+. സോ ഇൻ പ്രസൻസ് ഓഫ് ആൻ അസിഡിക് മീഡിയം H2SO4 HNO3 അസിഡിക് മീഡിയമാണ്. അസിഡിക് മീഡിയത്തിൽ നമ്മുടെ അമീൻ എന്നാ ചെയ്യൂടാ? അസിഡിക് മീഡിയത്തിൽ നമ്മുടെ അമീൻ അന്തസ്സായിട്ട് ആ H+ അങ്ങ് സ്വീകരിക്കും. ഓക്കെ, സോ ദിസ് NH2 will take up this H+ forming NH3+. ഈ NH3+ ഉണ്ടല്ലോടാ, ആ സാധനം ഹൈലി ഡീആക്ടിവേറ്റിംഗ് ആണ്. ഓക്കെ, സോ ഡീആക്ടിവേറ്റിംഗ് ആയൊരു സിസ്റ്റത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം. ഡീആക്ടിവേറ്റിംഗ് ആയൊരു സിസ്റ്റം മെറ്റാ പൊസിഷനിലോട്ടായിരിക്കും അടുത്ത സബ്സ്റ്റിറ്റ്യൂഷനെ എന്ത് ചെയ്യുക? അടുത്ത സബ്സ്റ്റിറ്റ്യൂഷനെ ഡയറക്റ്റ് ചെയ്യുക. ഇതിൻ്റെ മെറ്റാ പൊസിഷനിലായിരിക്കും അടുത്ത NO2 വരിക. ഓക്കെ, ഈ NH3യിൽ നിന്ന് തുടങ്ങുമ്പോൾ. ഓക്കെ, അതേസമയം നമ്മുടെ നോർമൽ NH2 ആണെങ്കിലോ, നമ്മുടെ നോർമൽ NH2 ആണെങ്കിൽ ഹൈലി ആക്ടിവേറ്റിംഗ് ആണ്. ഓക്കെ, നോർമൽ NH2 എന്ന് പറയുന്നത് ഹൈലി ആക്ടിവേറ്റിംഗ് ആണ്. അത് ഓർത്തോ പാരാ പൊസിഷൻസിലോട്ടായിരിക്കും എന്ത് ചെയ്യുക? ഓർത്തോ പാരാ പൊസിഷൻസിലോട്ടായിരിക്കും ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, സോ ബേസിക്കലി ആഫ്റ്റർ നൈട്രേഷൻ നിങ്ങൾക്ക് പാരാ പ്രോഡക്റ്റ് ഏതാണ്ട് 51%, ഓർത്തോ പ്രോഡക്റ്റ് ഏതാണ്ട് 2%, മെറ്റാ പ്രോഡക്റ്റ് ഏതാണ്ട് 49% കിട്ടും. ഓക്കെ, പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ, സോ നമുക്ക് നൈട്രേഷൻ നടത്തിയാൽ, അനലീൻ്റെ നൈട്രേഷൻ നടത്തിയാൽ ഈ എല്ലാ പ്രോഡക്റ്റും കിട്ടും. ഓക്കെ, സോ നമുക്ക് എങ്ങനെയാണോ ഒരു സിംഗിൾ പ്രോഡക്റ്റിലോട്ട് ഇതിനെ എത്തിക്കാൻ പറ്റുന്നത്, അതാണ് ചോദ്യം. ഓക്കെ ആണോ? അതായത് എനിക്ക് പ്രിഡോമിനൻ്റ്ലി ഒരു മോണോനൈട്രോ പ്രോഡക്റ്റ് വേണം. ജസ്റ്റ് ലൈക്ക് ഹിയർ, അവിടെ നമുക്ക് 3 പൊസിഷനും സബ്സ്റ്റിറ്റ്യൂട്ടായി. അത് കഴിഞ്ഞ് ഞാനൊരു സിമ്പിൾ അസൈലേഷൻ നടത്തിയപ്പോൾ എനിക്കൊരു മോണോ ഹാലോ പ്രോഡക്റ്റ് കിട്ടി. സെയിം വേ എനിക്കിവിടെ ഒരു മോണോനൈട്രോ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പ്രിഡോമിനൻ്റ് ആയിട്ട് വേണം. ഒന്നുമില്ലേ ഓർത്തോ പ്രോഡക്റ്റ്, അല്ലേ പാരാ പ്രോഡക്റ്റ്, അല്ലേ മെറ്റാ പ്രോഡക്റ്റ് പ്രിഡോമിനൻ്റ്. എന്ത് ചെയ്യാൻ പറ്റും? വളരെ സിമ്പിളാണ്. യു ഗോ ഫോർ അസൈലേഷൻ. നിങ്ങൾ എന്ത് ചെയ്യുക? അസൈലേഷൻ. ഓക്കെ, സോ അനലീൻ ഉണ്ട് നിങ്ങളുടെ കയ്യിൽ. അനലീനെ നിങ്ങൾക്ക് അസൈലേറ്റ് ചെയ്യാം. എന്നാത്തിൻ്റെ പ്രസൻസിൽ? ഒന്നുമില്ലെങ്കിൽ ആസിഡ് ക്ലോറൈഡ്, അല്ലേ? RCOCl. ആസിഡ് ക്ലോറൈഡിൻ്റെ പ്രസൻസിൽ അസൈലേറ്റ് ചെയ്യാം. ഓക്കെ, സോ അസൈലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? യുവർ പ്രോഡക്റ്റ് ഈസ് ബെൻസീൻ റിങ്, NHC ഡബിൾ ബോണ്ടോ R. അസൈലേറ്റഡ് സിസ്റ്റം കിട്ടും. ഓക്കെ, ഈ അസൈലേറ്റഡ് സിസ്റ്റത്തിൽ ഇനി നിങ്ങൾ നൈട്രേറ്റ് ചെയ്യുന്ന സമയത്ത് NO2+ ഈ സിസ്റ്റത്തിലോട്ട് വരുന്ന സമയത്ത് ദിസ് പർട്ടിക്കുലർ സിസ്റ്റം, if NO2+ is coming, the electrophile is coming, you will predominantly get the paranitro product. ഓക്കെ, പാരാനൈട്രോ പ്രോഡക്റ്റ് കിട്ടും. ഇനി ഇതിനെ തിരിച്ച് അനലീൻ ആക്കാൻ, NH2 ആക്കാൻ എന്ത് ചെയ്താൽ മതി? യെസ്, നേരത്തെ ചെയ്തതുപോലെ തന്നെ സിമ്പിൾ ഒരു ഹൈഡ്രോളിസിസിൽ പോയാൽ മതി. ഗോ ഫോർ സിമ്പിൾ ഹൈഡ്രോളിസിസ്. യു വിൽ ഗെറ്റ് NH2, NO2 at the para. ഓക്കെ, സോ ദിസ് ഈസ് ദി നൈട്രേഷൻ ഓഫ് അനലീൻസ്. അനലീൻസിൻ്റെ നൈട്രേഷനാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ ആണേ? പറഞ്ഞ കാര്യം മനസ്സിലായേ? ഓക്കെ, നൗ സൾഫണേഷന് വേറെ പ്രത്യേകിച്ച് അങ്ങനെ ട്വിസ്റ്റും ടേൺസും ഒന്നുമില്ല. വളരെ സിമ്പിളാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു?
നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളൊരു അനിലീനെ എടുക്കണം. ഓക്കെ, സൾഫണേറ്റ് ചെയ്യാനായിട്ട് എന്ത് വെച്ചാൽ ട്രീറ്റ് ചെയ്യൽ? H2SO4 വെച്ചല്ലേ? H2SO4 വെച്ച് ട്രീറ്റ് ചെയ്യും. എന്ത് സംഭവിക്കൂടാ? ഓഫ് കോഴ്സ് H2SO4ലെ H+നെ ആരെടുക്കും? നമ്മുടെ NH2 എടുക്കും. എന്നിട്ട് അതെന്തായി മാറും? NH3+. അതിനകത്തോട്ട് ആര് വന്ന് ചേർന്ന് നിൽക്കും? HSO4-. ഓക്കെ, സോ ഈ H2SO4ലെ Hനെ NH2 സ്വീകരിച്ച് NH3+ ആവും. ആ പ്ലസ്സിലോട് ചേർന്നിട്ട് ആര് നിൽക്കും? HSO4- വന്ന് നിൽക്കും. ഓക്കെ, ഈ ഒരു സിസ്റ്റത്തെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്താൽ, ഈ സിസ്റ്റത്തെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് NH2SO3H. പാരാസൾഫണൈൽ. ഇത് മേജർ പ്രോഡക്റ്റ്. മറ്റേ പ്രോഡക്റ്റും ഉണ്ട്, ഇത് മേജർ പ്രോഡക്റ്റാണ്. പാരാസൾഫണൈൽ എന്താ പറയുക, അല്ലെങ്കിൽ പാരാ അമീനോ ബെൻസീൻ സൾഫോണിക് ആസിഡ് കിട്ടും. ഓക്കെ, പറഞ്ഞാൽ മനസ്സിലായോ? സോ ദിസ് ഈസ് ദി സൾഫണേഷൻ. സൾഫണേഷനിൽ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ പ്രോഡക്റ്റ്. ഓക്കെ അല്ലേ? പറഞ്ഞ കാര്യം മനസ്സിലായില്ലേ? ഓക്കെ, സോ ദീസ് ആർ ദി ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഷോൺ ബൈ അനലീൻസ്. ഓക്കെ, ഫ്രിഡൽ ക്രാഫ്റ്റ് കാണിക്കത്തില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഫ്രിഡൽ ക്രാഫ്റ്റ് കാണിക്കാത്തതിൻ്റെ കാര്യം എന്താ? ലൂയിസ് ആസിഡുമായിട്ട് ചേർന്നിട്ട് ഇദ്ദേഹം എന്തുണ്ടാക്കും? സോൾട്ട് ഉണ്ടാക്കും. അതുകൊണ്ട് ഓക്കെ അല്ലേ? പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഓക്കെ, ഫൈൻ. സോ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് നമ്മുടെ അമീൻസിൻ്റെ അടുത്ത, അല്ലെങ്കിൽ നൈട്രജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഡയാസോണിയം സോൾട്ട്. ഡയാസോണിയം സോൾട്ടിനെ നമ്മൾ ഇതിന് മുന്നേ പല സ്ഥലങ്ങളിലായിട്ടൊന്ന് ജസ്റ്റ് ഒരു ഗ്ലിംസ് അല്ലേ കണ്ടുവരുന്നുണ്ട്. ഏതൊക്കെയായിരുന്നു? യെസ്, പ്രൈമറി അമീൻസിനെ നൈട്രസ് ആസിഡുമായിട്ട് HNO2 ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധനങ്ങളാണ് എന്ത്? ഡയാസോണിയം സോൾട്ട്സ്. ഓക്കെ, സോ പ്രൈമറി അമീൻസിനെ HNO2 ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സാധനമാണ് ഡയാസോണിയം സോൾട്ട്. ആൻഡ് ദിസ് HNO2 ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു. ഈ HNO2 എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? NaNO2/HCl അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മിനറൽ ആസിഡ് ട്രീറ്റ് ചെയ്താലാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്? HNO2 കിട്ടുന്നത്. ഓക്കെ, ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ പ്രൈമറി അമീൻ ആലിഫാറ്റിക് ആണെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ ഡയാസോണിയം സോൾട്ട് എന്ന് പറയുന്ന സാധനത്തിന് എക്സിസ്റ്റൻസ് ഒന്നുമില്ല. അത് ഉടനെ തന്നെ എന്തായിട്ട് മാറും? ആൽക്കഹോൾ ആയിട്ട് മാറും. സോ ഈ ഡയാസോണിയം സോൾട്ടായിട്ട് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ പ്രൈമറി അമീൻ എന്തായിരിക്കണം? പ്രൈമറി അമീൻ അരോമാറ്റിക് ആയിരിക്കണം. ഓക്കെ, so aromatic primary amines on reacting with HNO2 നമുക്ക് എന്ത് കിട്ടും? ഡയാസോണിയം സോൾട്ട് കിട്ടും. ഓക്കെ, ആലിഫാറ്റിക്കും തരും, പക്ഷെ അതൊട്ടും സ്റ്റേബിൾ അല്ലാത്തതുകൊണ്ട് ഉടനെ തന്നെ എങ്ങോട്ടേക്ക് കൺവേർട്ട് ആവും? ആൽക്കഹോൾസിലോട്ട് കൺവേർട്ട് ആവും. ഓക്കെ ആണേ? പറഞ്ഞ കാര്യം മനസ്സിലായേ? ഓക്കെ, സോ ദാറ്റ് ഈസ് ദി മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ. ഇനി ഈ ഡയാസോണിയം സോൾട്ട്, അതായത് അരോമാറ്റിക് സിസ്റ്റങ്ങളിൽ നിന്ന് കിട്ടുന്ന ഡയാസോണിയം സോൾട്ട്, അതിനാണ് സ്റ്റെബിലിറ്റി ഉള്ളത്. ഓക്കെ, ഇവർ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സ്പീഷീസുകളാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇവർക്ക് ഒരുപാട് റിയാക്ഷൻസ്, ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില റിയാക്ഷൻസ് ആർക്കുണ്ട്? ഈ സിസ്റ്റങ്ങൾക്ക് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കയ്യിൽ ഒരു ഡയാസോണിയം സോൾട്ട് ഉണ്ടെന്ന് വെച്ചോ. നിങ്ങൾ അനിലീനെ ഡയാസോട്ടൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഡയാസോണിയം സോൾട്ടാണിത്, N2+Cl-. ഈ ഡയാസോണിയം സോൾട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. യു ഹാവ് ദിസ് ഡയാസോണിയം സോൾട്ട്. നിങ്ങളുടെ കയ്യിൽ ഈ ഡയാസോണിയം സോൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിനെ ഒരു N നമ്പർ ഓഫ് സ്പീഷീസുകളായിട്ട് എന്ത് ചെയ്യാം? കൺവേർട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഈ ഡയാസോണിയം സോൾട്ടിനെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാം ചെയ്യുക ഇൻ പ്രസൻസ് ഓഫ് വെള്ളം. ഓക്കെ, വെള്ളത്തിൻ്റെ പ്രസൻസിൽ നിങ്ങൾ ഈ ഡയാസോണിയം സോൾട്ടിനെ ജസ്റ്റ് ഒന്ന് വാം ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് യു വിൽ ഗെറ്റ് ഫിനോൾ ആസ് ദി പ്രോഡക്റ്റ്. നിങ്ങൾക്ക് എന്ത് പ്രോഡക്റ്റായിട്ട് കിട്ടും? ഫിനോൾ പ്രോഡക്റ്റായിട്ട് കിട്ടും. ഇനി ഇതേ ഡയാസോണിയം സോൾട്ടിനെ നിങ്ങൾ യു ആർ ട്രീറ്റിംഗ് ഇറ്റ് വിത്ത് H3PO2 ആയിട്ടോ
അല്ലെങ്കിൽ C2H5OH എഥനോളുമായിട്ടോ ട്രീറ്റ് ചെയ്യുവാന്ന് വെച്ചോ, യു ആർ ഐദർ ട്രീറ്റിംഗ് ദിസ് ഡയാസോണിയം സോൾട്ട് വിത്ത് H3PO2 അല്ലെങ്കിൽ C2H5OH. ഇതിൽ ഏതോ ഒരെണ്ണമായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണമായിട്ട് രണ്ടിലേതെങ്കിലും ഒന്നുമായിട്ട് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, യു വിൽ ഗെറ്റ് ബെൻസീൻ. നിങ്ങൾക്ക് എന്ത് പ്രോഡക്റ്റ് കിട്ടും? ബെൻസീൻ പ്രോഡക്റ്റായിട്ട് കിട്ടും. പറഞ്ഞ മനസ്സിലാവുണ്ടോ? ഇനി ഇതേ ഡയാസോണിയം സോൾട്ടിനെ നിങ്ങൾ എന്ത് ചെയ്യുമെന്നറിയോ? യു ആർ ഗോയിങ് ടു ട്രീറ്റ് ഇറ്റ് വിത്ത് KI. നിങ്ങൾ എന്തുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു? പൊട്ടാസ്യം അയോഡൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ഡയാസോണിയം സോൾട്ടിനെ പൊട്ടാസ്യം അയോഡൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ഒന്നുമില്ലടാ മക്കളെ, യു വിൽ ഗെറ്റ് ഐഡോബെൻസീൻ ആസ് ദി പ്രോഡക്റ്റ്. എന്ത് പ്രോഡക്റ്റായിട്ട് കിട്ടും? ഐഡോബെൻസീൻ പ്രോഡക്റ്റായിട്ട് കിട്ടും. ഇനി ഇതേ ഡയാസോണിയം സോൾട്ടിനെ ഓക്കെ, ഈ നോക്ക് എന്തോരം കൺവേർഷൻസ് ആണെന്ന് നോക്ക്. ഇതേ ഡയാസോണിയം സോൾട്ടിനെ നിങ്ങളുണ്ടല്ലോ, യു ആർ ട്രീറ്റിംഗ് ഇറ്റ് വിത്ത് HbF4. ഓക്കെ, യു ആർ ട്രീറ്റിംഗ് ഇറ്റ് വിത്ത് HbF4. നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്നറിയോ? യു വിൽ ഗെറ്റ് N2 plus BF4 minus. ഇങ്ങനെ ഒരു സാധനം കിട്ടും. ഓക്കെ, വെൻ യു ട്രീറ്റ് ഡയാസോണിയം സോൾട്ട് വിത്ത് HbF4 യു വിൽ ഗെറ്റ് N2 plus BF4 minus. ഈ സിസ്റ്റത്തെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്താൽ, ഈ ഫോമായ N2 plus BF4 minusനെ ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഫ്ലൂറോബെൻസീൻ പ്രോഡക്റ്റായിട്ട് കിട്ടും. എന്ത് പ്രോഡക്റ്റായിട്ട് കിട്ടും? ഫ്ലൂറോബെൻസീൻ പ്രോഡക്റ്റായിട്ട് കിട്ടും. ഓക്കെ, ഇനി ഇതേ സാധനത്തിന് ഈ HbF4 വെച്ച് ട്രീറ്റ് ചെയ്ത് കിട്ടിയ ഈ N2BF4നെ N2 plus BF4നെ നിങ്ങൾ യു ട്രീറ്റ് ഇറ്റ് വിത്ത് NaNO2. എന്തുമായിട്ട് ട്രീറ്റ് ചെയ്യുക? NaNO2 ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, ഇൻ പ്രസൻസ് ഓഫ് കോപ്പറിൻ്റെ പ്രസൻസിൽ NaNO2 ആയിട്ട് ട്രീറ്റ് ചെയ്യാം. നിങ്ങൾക്ക് നൈട്രോബെൻസീൻ പ്രോഡക്റ്റായിട്ട് കിട്ടും. എന്ത് പ്രോഡക്റ്റായിട്ട് കിട്ടൂടാ? നൈട്രോബെൻസീൻ പ്രോഡക്റ്റായിട്ട് കിട്ടും. Okay, so all these are very productive, very important conversions. You can convert diazonium salt to iodobenzene. You can convert diazonium salt to fluorobenzene. You can convert diazonium salt to phenol. You can convert diazonium salt to benzene. You can convert diazonium salt to nitrobenzene. Okay, all these are very, very, very important conversions. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കാം, ഇതിന് ഫ്ലൂറോബെൻസീനും ഐഡോബെൻസീനും ഒക്കെ ആക്കി, അപ്പോൾ ക്ലോറോബെൻസീനും ബ്രോമോബെൻസീനും ഒന്നും ആക്കാൻ പറ്റത്തില്ലേ? പറ്റും. അങ്ങനെ പറ്റുന്ന രണ്ട് റിയാക്ഷൻസ് ആണ്. അങ്ങനെ നമ്മുടെ ഈ ഡയാസോണിയം സോൾട്ടിനെ ബ്രോമോബെൻസീനോ ക്ലോറോബെൻസീനോ ഒക്കെ ആക്കാനായിട്ട് നമുക്ക് രണ്ട് റിയാക്ഷൻസ് ഉണ്ട്. ഒന്ന് സാൻമയേഴ്സ് റിയാക്ഷൻ എന്ന് പറയും. ഒന്നെന്താണ്? സാൻമയേഴ്സ് റിയാക്ഷൻ. രണ്ട് ഗട്ടർമാൻ റിയാക്ഷൻ. ഓക്കെ, ഗട്ടർമാൻ റിയാക്ഷൻ ആൻഡ് സാൻമയേഴ്സ് റിയാക്ഷൻ. രണ്ട് റിയാക്ഷനും എന്തിനാണ് ഉപയോഗിക്കുന്നത്? രണ്ട് റിയാക്ഷനും നിങ്ങളുടെ അടുത്തുള്ള ഡയാസോണിയം സോൾട്ട് N2 പ്ലസ് Cl-, ഇതിനെ ഒന്നുമില്ലെങ്കിൽ ബ്രോമോബെൻസീൻ അല്ലെങ്കിൽ ക്ലോറോബെൻസീൻ ആക്കാനായിട്ടാണ് രണ്ട് റിയാക്ഷനും ഉപയോഗിക്കുന്നത്. ഒരു റിയാക്ഷൻ അല്ല കേട്ടോ, രണ്ട് റിയാക്ഷൻ്റെയും പർപ്പസ് എന്താണ്? രണ്ട് റിയാക്ഷൻ്റെയും പർപ്പസ് സെയിം ആണ്. ദാറ്റ് ഈസ് ദീസ് റിയാക്ഷൻസ് ആർ യൂസ്ഡ് ഫോർ converting diazonium salt to bromo or chlorobenzene. ഓക്കെ, ഇനി എന്താണ് രണ്ടിൻ്റെയും വ്യത്യാസം? രണ്ടിൻ്റെ വ്യത്യാസം ഇത്രയേ ഉള്ളൂ. സാൻമയേഴ്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് കോപ്പർ ഹാലൈഡ് ബാർ HX. സാൻമയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഉപയോഗിക്കുക? കോപ്പർ ഹാലൈഡ് ബാർ HX ആണ് റിയേജൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അതേസമയം ഗട്ടർമാനിൽ നമ്മൾ ഉപയോഗിക്കുന്ന റിയേജൻ്റ് എന്ന് പറയുന്നത് കോപ്പർ പൗഡർ ബാർ HX ആണ്. ഓക്കെ, സോ കോപ്പർ പൗഡർ ബാർ HX റിയേജൻ്റ് ആയിട്ട് ഉപയോഗിച്ചാൽ ഗട്ടർമാൻ റിയാക്ഷനും കോപ്പർ ഹാലൈഡ് ബാർ HX റിയേജൻ്റ് ആയിട്ട് യൂസ് ചെയ്താൽ സാൻമയേഴ്സ് റിയാക്ഷനും. രണ്ടിലും റിയാക്ഷൻ ഒന്ന് തന്നെയാണ്. എന്തായാലും റിയാക്ഷൻ ഒന്ന് തന്നെയാണ്. എന്താണ്? N2Cl എന്തായിട്ട് മാറും? ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് എന്തായിട്ട് മാറും? ഹാലോബെൻസീൻ ആയിട്ട് മാറും. ഓക്കെ, ഹാലോബെൻസീൻ ആയിട്ട് മാറും. ആൻഡ് സാൻമയേഴ്സിൽ നമുക്ക് ഒരു വേർഷനും കൂടെ ഉണ്ട്. സാൻമയേഴ്സിൻ്റെ കേസിൽ ഇഫ് യു ആർ ട്രീറ്റിംഗ് ദിസ് N2 plus Cl- with
CuCN in presence of HCN. Okay, you will get cyanobenzene. നിങ്ങൾക്ക് എന്ത് കിട്ടും? സൈനോബെൻസീൻ കിട്ടും. ഇങ്ങനൊരു വേർഷനും കൂടെ സാൻമയേഴ്സിനുണ്ട്. ഓക്കെ ഫൈൻ. ഓക്കെ, സോ ദിസ് സാൻമയേഴ്സ് റിയാക്ഷൻ ഇസ് എ ബെറ്റർ റിയാക്ഷൻ ദാൻ ഗട്ടർമാൻസ് എന്നൊരു സ്കോപ്പും കൂടെ ഉണ്ട് കേട്ടോ. എനിവേസ്, ഇതാണ് എനിക്ക് പറയാനുള്ള ഡയാസോണിയം സോൾട്ടിൻ്റെ അസോ ഗ്രൂപ്പ്, അതായത് N2 ഗ്രൂപ്പിനെ റീപ്ലേസ് ചെയ്യുന്ന റിയാക്ഷൻസ് ഇൻവോൾവിങ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് നൈട്രജനെ ഡിസ്പ്ലേസ് ചെയ്യുന്ന റിയാക്ഷൻസ് ഇത്രയുമാണ്. സാൻമയേഴ്സ്, ഗട്ടർമാൻ, 2 നെയിം റിയാക്ഷൻസ്, ദെൻ ദീസ് ഓൾ കൺവേർഷൻസ്. ഓക്കെ ആണോ? വളരെ സിമ്പിൾ അല്ല, ഇങ്ങനെ തന്നെ പഠിച്ചാൽ, ഈ കൺവേർഷൻസ് ഇങ്ങനെ പഠിച്ചാൽ നമുക്കിത് ഓർത്ത് വയ്ക്കാൻ പറ്റും. KI ഐഡോബെൻസീൻ, HBF4, ആദ്യം നമുക്ക് ഒരു N2+ BF4- എന്നൊരു സാധനം കിട്ടും. അതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ ഫ്ലൂറോബെൻസീൻ. ഇനി അതേ സാധനത്തെ NaNO2 കോപ്പറിൽ ട്രീറ്റ് ചെയ്താൽ നൈട്രോബെൻസീൻ. ഓക്കെ, ദെൻ വാട്ടറിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്താൽ ഫീനോൾ, H3PO2 അല്ലെങ്കിൽ C2H5OH, ഇതിൽ ഏതെങ്കിലും ഒന്നിൽ ട്രീറ്റ് ചെയ്താൽ ബെൻസീൻ. ഓക്കെ, ഇനി സാൻമയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കോപ്പർ ഹാലൈഡ് ഇൻ പ്രസൻസ് ഓഫ് HX ട്രീറ്റ് ചെയ്താൽ നമുക്ക് ഹാലോ ബെൻസീൻ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. അതിനാണ് നമ്മൾ സാൻമയേഴ്സ് എന്ന് പറയുന്നത്. ഇനി കോപ്പർ ഇൻ പ്രസൻസ് ഓഫ് HX ട്രീറ്റ് ചെയ്താലും ഹാലോ ബെൻസീൻ തന്നെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. അതിനെ പക്ഷേ നമ്മൾ വേറെ പേരാ പറയുക, ദാറ്റ് ഈസ് ഗട്ടർമാൻ. ഓക്കെ, പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ അല്ലേ? സോ ഡയാസോണിയം സോൾട്ടിൻ്റെ നൈട്രജനെ റീപ്ലേസ് ചെയ്യുന്ന റിയാക്ഷൻസ് ഇത്രയുമാണ്. ഇനി നൈട്രജനെ റീപ്ലേസ് ചെയ്യാത്ത റിയാക്ഷൻസ് രണ്ടെണ്ണേ ഉള്ളൂ നമുക്ക്. കപ്ലിംഗ് റിയാക്ഷൻസ് ആണ്. ഓക്കെ, സോ റിയാക്ഷൻസ് ഇൻവോൾവിങ് റീറ്റെയിനിങ് ഓഫ് ഡയാസോ ഗ്രൂപ്പ് അല്ലെങ്കിൽ N2 ഗ്രൂപ്പിനെ റീറ്റെയിൻ ചെയ്യുന്ന റിയാക്ഷൻസ്. ഈ റിയാക്ഷൻസ് സിമ്പിൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ്. ദീസ് റിയാക്ഷൻസ് ആർ സിമ്പിൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്. ഓക്കെ, ഇതിൽ നമ്മുടെ ഡയാസോണിയം സോൾട്ടിലുള്ള നൈട്രജൻ, ഓക്കെ, ഇതാണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ഇലക്ട്രോഫിലിക് സെൻറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ റിയാക്ഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കിക്കോ. ഈ റിയാക്ഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ കയ്യിലൊരു ഡയാസോണിയം സോൾട്ട് ഉണ്ട്. ഓക്കെ, ഈ ഡയാസോണിയം സോൾട്ട് ഫീനോൾ അല്ലെങ്കിൽ അമീൻ, ഇങ്ങനെ ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ളത് കേട്ടോ. ഫീനോൾ അല്ലെങ്കിൽ അമീൻ പോലുള്ള ഇലക്ട്രോൺ റിച്ച്, അനിലീൻ പോലുള്ള ഇലക്ട്രോൺ റിച്ച് ആയുള്ള സിസ്റ്റങ്ങളിൽ പോയിട്ട് എന്ത് ചെയ്യും? സിസ്റ്റങ്ങളിൽ പോയിട്ട് അറ്റാക്ക് ചെയ്യും. ഓക്കെ, ഇങ്ങനെയുള്ള സിസ്റ്റങ്ങളിൽ പോയിട്ട് അറ്റാക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് പ്രോഡക്റ്റ് കിട്ടും? നമുക്ക് N2, we will get products like this. Okay, നമുക്കിവിടെ OH ഇങ്ങനത്തെ പ്രോഡക്ട്സ് കിട്ടും. ഓക്കെ, സോ these type of products are called azodides. ഈ ടൈപ്പ് ഓഫ് പ്രോഡക്ട്സിനെ നമ്മൾ എന്താ വിളിക്കുക? അസോഡൈസ് എന്നാണ് വിളിക്കുക. ദേ ആർ ഹൈലി കളേർഡ്. ഫോർ എക്സാമ്പിൾ, ഈ ദിസ് പർട്ടിക്കുലർ ഡൈ, ഇറ്റ് ഈസ് ഓറഞ്ച് ഇൻ കളർ. ഇതിൻ്റെ കളർ എന്താ? ഓറഞ്ച് കളറാണ്. ഓക്കെ, ആൻഡ് യെസ്, അടുത്തതായിട്ട് ഇതേപോലത്തെ റിയാക്ഷൻസ് ഇത് അനലീനുമായിട്ടും ചെയ്യാൻ പറ്റും. ഇതിന് അനലീൻ ഈസ് ഓൾസോ ആൻ ഇലക്ട്രോൺ റിച്ച് സിസ്റ്റം ആണ്. ഇറ്റ് ഡു ദീസ് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് വിത്ത് അനലീൻ ഓൾസോ. ഓക്കെ, പ്രധാനമായിട്ടും അനലീനും OH ആണ്. കാരണം നമുക്ക് ബെൻസീൻ റിങ്ങിൽ ഇത്രയും ഇലക്ട്രോൺ റിച്ച് ആക്കുന്ന 2 സ്പീഷീസ് ഇവർ തന്നെയാണ്. വേറെ ഇനി OR ഒക്കെ ഉണ്ട്. ഓക്കെ, അതുമൊക്കെ ആയിട്ടും ഇത്തരത്തിലുള്ള റിയാക്ഷൻ ഇതിന് കാണിക്കാൻ പറ്റും കേട്ടോ. ഇലക്ട്രോൺ റിച്ച് ബെൻസീൻ റിങ്ങുകളുമായിട്ടാണ് ഇതുപോലത്തെ റിയാക്ഷൻസ് അത് പ്രധാനമായിട്ടും കാണിക്കുക, ഈ അസോഡൈസ് തരുന്ന റിയാക്ഷൻസ്. സോ ഇവിടെയും N2 NH2. ഓക്കെ, NH2. NH2. This is also as azodide. ഇത് ഒരു അസോഡൈ ആണ്. ആ അസോഡൈയുടെ കളർ എന്തായിരിക്കും? യെസ്, ഇറ്റ് ഈസ് യെല്ലോ. ഓക്കെ, സോ അനലീനുമായിട്ട് നമ്മുടെ ബെൻസീൻ ഡയാസോണിയം സോൾട്ട് കപ്പിൾ ചെയ്തിട്ട് കിട്ടുന്ന അസോഡൈയുടെ കളർ എന്താണ്? യെല്ലോ ആണ്. ഇനി ഫിനോളുമായിട്ട് നമ്മുടെ ബെൻസീൻ ഡയാസോണിയം സോൾട്ട് കപ്പിൾ ചെയ്യുമ്പോൾ കിട്ടുന്ന അസോഡൈയുടെ കളർ എന്താണ്? ഓറഞ്ച് ആണ്. സോ ദീസ് ആർ ദ 2 റിയാക്ഷൻസ് ഇൻ വിച്ച് ദ നൈട്രജൻ അസോ ഗ്രൂപ്പ് ഈസ് റീറ്റെയിൻഡ്. ഓക്കെ, നമ്മുടെ ഡയാസോണിയം സോൾട്ടിൻ്റെ അസോ ഗ്രൂപ്പ് റീറ്റെയിൻ ചെയ്യുന്ന 2 റിയാക്ഷൻസാണ്. രണ്ടും കപ്ലിംഗ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസാണ്. ഓക്കെ, ദീസ്
ഓക്കെ അല്ലേ? പറഞ്ഞ കാര്യം മനസ്സിലായോ? സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അമീൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുവാണ്. വളരെ സ്പീഡിൽ പറഞ്ഞതാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. Compounds containing both amino and COH group is known as? Yes, you know the answer. അല്ലേ? They are amino acids. അമിനോ ഗ്രൂപ്പും NH2ഉം COH ഉള്ളത് അമിനോ ആസിഡ്സ്. ഓക്കെ, ക്ലാസിഫൈ ദ ഫോളോയിങ് അമീൻസ് as പ്രൈമറി, സെക്കൻഡറി ഓർ ടെർഷറി. പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ആയിട്ട് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ വളരെ സിമ്പിളാണിത്. നിങ്ങൾ ഈ NH2 മാത്രം നോക്കിയാൽ മതി. NH2 ആണെങ്കിൽ പ്രൈമറി. ഇവിടെ നോക്കുക N ആണ്. N ആണെന്നുണ്ടെങ്കിൽ ടെർഷറി. ഇവിടെ അഗെയിൻ NH2 ആണ്, ഇറ്റ്സ് പ്രൈമറി. ഇവിടെ NH ആണ്, ഇറ്റ് ഈസ് സെക്കൻഡറി. അല്ലേ? ദാറ്റ്സ് ഇറ്റ്. NH2 ആണ് പ്രൈമറി, NH ആണ് സെക്കൻഡറി, N ആണ് ടെർഷറി. അത്രയേ ഉള്ളൂ. വേറെ നിങ്ങളെ താഴെ കിടക്കുന്ന ആൽക്കൈൽ സിസ്റ്റംസിനെ ഒന്നും നോക്കണ്ട. യു ജസ്റ്റ് ഗോ വിത്ത് ദ യു ജസ്റ്റ് ഗോ വിത്ത് ദി അമീൻ. ഓക്കെ, റിയാക്ഷൻ ഓഫ് CH3CONH2 plus NaOBr gives, wow, CH3CONH2 with NaOBr. Can you identify the reaction? NaOBr. NaOBr. ഇത് എങ്ങനെയാണ്? ഇത് സോഡിയം ഹൈപ്പോ ബ്രോമൈഡ് ആണ് അല്ലേ? സോഡിയം ഹൈപ്പോ ബ്രോമൈഡ് ആണ്. സോഡിയം ഹൈപ്പോ ബ്രോമൈഡ് എങ്ങനെയുണ്ടാവുക? Br2 പ്ലസ് NaOH ട്രീറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, Br2 പ്ലസ് NaOH ട്രീറ്റ് ചെയ്യുമ്പോഴാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. സോ Br2 പ്ലസ് NaOH എന്ന് പറയുന്നത് Br2 ബാർ ബേസ് എന്ന് പറയുന്നത് എന്തിൻ്റെ റിയേജൻറ്റാ? ഹോഫ്മാൻ ബ്രോമൈഡിൻ്റെ റിയേജൻറ്റാ. സോ വെൻ യു ട്രീറ്റ് an amide with NaOBr, എന്ത് പ്രോഡക്റ്റ് കിട്ടുവാടാ? ഹോഫ്മാൻ ബ്രോമൈഡ്. 1 കാർബൺ ആറ്റം ലെസ് അമീൻ അല്ലേ? ഇവിടെ 2 കാർബൺ ആറ്റം. അപ്പോൾ 1 കാർബൺ ആറ്റം ഉള്ള ഒരു അമീൻ ആയിരിക്കും നിങ്ങളുടെ പ്രോഡക്റ്റ്. ഓപ്ഷൻ ഡി, CH3NH2. പറഞ്ഞത് മനസ്സിലായില്ലേ? യെസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻസ് ഡസ് നോട്ട് ഈൽഡ് ആൻ അമീൻ? ഈ തന്നിരിക്കുന്ന റിയാക്ഷൻസിൽ അമീൻ തരാത്തത് ഏതാണെന്നാണ് പറയുന്നത്? RX plus NH3 അമോണോളിസിസ്, അമീനാണ് പ്രോഡക്റ്റ്. ദിസ് ഈസ് നമുക്ക് ആക്ച്വലി ഇപ്പം പഠിക്കാനില്ലാത്തതാണ്. ഒരു ഓക്സൈമിൻ്റെ റിഡക്ഷൻ. ഈ സാധനത്തെ നമ്മൾ വിളിക്കുന്ന ഓക്സൈം എന്നാണ്. ഓക്സൈമിൻ്റെ റിഡക്ഷൻ തീർച്ചയായിട്ടും നമുക്ക് അമീനെയാണ് കേട്ടോ തരാം. ദിസ് ഈസ് അമീൻ. ഓക്കെ, ദെൻ ദിസ് ഈസ് ഹൈഡ്രോളിസിസ് ഓഫ് നൈട്രൈൽ. സൈനോ ഗ്രൂപ്പിൻ്റെ ഹൈഡ്രോളിസിസ്. റിമെമ്പർ, സൈനോ ഗ്രൂപ്പിനെ ഹൈഡ്രോളൈസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് കാർബോക്സിലിക് ആസിഡാണ്. സൈനോ ഗ്രൂപ്പിനെ ഹൈഡ്രോളൈസ് ചെയ്താൽ എന്താ കിട്ടുക? കാർബോക്സിലിക് ആസിഡാണ് കിട്ടുക, അമീൻ അല്ല. അടുത്ത ഒരെണ്ണം കൂടെ നോക്കാം. അമൈഡിൻ്റെ ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് ഉപയോഗിച്ചിട്ടുള്ള റിഡക്ഷൻ. യെസ്, യു നോ ദാറ്റ്. എന്താണ്? an amine with the same number of carbon atom, RCH2NH2. ഓക്കെ, സോ ബേസിക്കലി ഇതുണ്ട്, ഇതും അമീൻ തന്നെയാണ് തരുന്നത്. സോ അമീൻ തരാത്ത റിയാക്ഷൻ ഏതാണ്? ഓപ്ഷൻ സി, RCN on hydrolysis. You will not get amine. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ഗീവ്സ് എ സെക്കൻഡറി അമീൻ ഓൺ റിഡക്ഷൻ? യെസ്, ഞാൻ നിങ്ങളോട് പറഞ്ഞു സെക്കൻഡറി അമീൻ ഓൺ റിഡക്ഷൻ തരുന്നത് ആരാണ്? ഐസോസൈനൈഡ്സ് ആണ്. ഓക്കെ, സെക്കൻഡറി അമീനെ റിഡക്ഷനിൽ തരുന്നത് ആരാടാ മക്കളെ? സെക്കൻഡറി അമീനെ റിഡക്ഷനിൽ തരണമെന്നുണ്ടെങ്കിൽ അവരെന്തായിരിക്കും? ഐസോസൈനൈഡ്സ് ആയിരിക്കും. എന്തായിരിക്കും? ഐസോസൈനൈഡ്സ്. സോ ഇവിടെ ഒരൊറ്റ ഐസോസൈനൈഡേ ഉള്ളൂ, ദാറ്റ് ഈസ് മീഥൈൽ ഐസോസൈനൈഡ്. സോ മീഥൈൽ ഐസോസൈനൈഡ് ആണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഹിൻസ്ബർഗ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ, എന്തിനാണ്? പ്രിപ്പറേഷൻ ഓഫ് പ്രൈമറി അമീൻസ് ആണോ? അല്ല. പ്രിപ്പറേഷൻ ഓഫ് സെക്കൻഡറി അമീൻസ് ആണോ? അല്ല. പ്രിപ്പറേഷൻ ഓഫ് ടെർഷറി അമീൻസ് ആണോ? അതുമല്ല. പിന്നെന്താണ്? യെസ്, ടു ഡിസ്റ്റിങ്വിഷ് അമീൻസ്. ഓക്കെ, പ്രൈമറി, സെക്കൻഡറി, ടെർഷറി അമീൻസിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഹിൻസ്ബർഗ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദി ലീസ്റ്റ് ബേസിക് അമീൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് അവർ ഓപ്ഷൻ തന്നിരിക്കുന്നു, മീഥൈൽ അമീൻ. മീഥൈൽ അമീൻ എന്ന് പറയുന്നത് എന്തെന്നാ? CH3NH2. ദെൻ അവർ ഈഥൈൽ അമീൻ തന്നിരിക്കുന്നു, അതായത് CH2CH2NH2. അടുത്ത അവർ ഡൈഈഥൈൽ അമീൻ തന്നിരിക്കുന്നു, അതായത് CH3CH2NH3CH2. അടുത്തതായിട്ട് അവർ അനലീൻ തന്നിരിക്കുന്നു. അടുത്തത് ബെൻസൈൽ അമീൻ തന്നിരിക്കുന്നു, അതായത് CH2NH2. ഇതിൽ ഏതാണ് ലീസ്റ്റ് ബേസിക് എന്ന ചോദ്യം. സോ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇതിൽ നിങ്ങൾ അറിയേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ദാറ്റ് ഈസ് ഇഫ് യു ഹാവ്
If you have any condition to enhance the electron density on this nitrogen, that will increase the acidity. Simple ആണ്. സോ ഇവിടെ ബേസിസിറ്റി സിമ്പിൾ ആണ്. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഇവിടെ നിങ്ങൾക്ക് പ്ലസ് ആയി ഉള്ള CH3 ഗ്രൂപ്പ്, ഇവിടെ നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതൽ പ്ലസ് ആയി ഉള്ള CH3 CH2 ഗ്രൂപ്പ്, ഇവിടെ പ്ലസ് ആയി ഉള്ള 2 ഗ്രൂപ്പ്. ഓക്കെ, ഇവിടെയും നിങ്ങൾക്ക് പ്ലസ് ആയി ഉള്ള CH2 ആയിട്ടാണ് NH2 അറ്റാച്ച് ആയിരിക്കുന്നത്. ബട്ട് ഇഫ് യു ലുക്ക് അറ്റ് ഹിയർ, ഇഫ് യു ലുക്ക് അറ്റ് അനലീൻ നോക്കിയിടാ മക്കളെ, അനലീൻ്റെ പ്രശ്നം എന്താ? അനലീൻ്റെ പ്രശ്നം ഇത്രയേ ഉള്ളൂ, അനലീനിലുള്ള ആ ലോൺ ഇലക്ട്രോൺസ്, ഓക്കെ, ആ നൈട്രജൻ്റെ ലോൺ ഇലക്ട്രോൺസ് ഈ ബെൻസീൻ റിങ്ങിലോട്ട് എന്താണ്, ബെൻസീൻ റിങ്ങിലോട്ട് റെസൊനൻസിൽ അല്ലെങ്കിൽ എന്താ പറയുക, ഡീലോക്കലൈസേഷനിലാണ്. എന്തിലാണ്? ഡീലോക്കലൈസേഷൻ. ഓക്കെ, സോ ആ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ നൈട്രജനിൽ അവൈലബിൾ ആണോ എല്ലാ സമയത്തും? അല്ല, അത് റിങ്ങുമായിട്ട് ഡീലോക്കലൈസേഷനിൽ പ്രസൻ്റ് ആയിരിക്കുന്ന ഒരു സാധനമാണ്. ഓക്കെ, ബേസിക്കലി അത് റിങ്ങുമായിട്ട് ഡീലോക്കലൈസേഷനിലാണ്. പറഞ്ഞത് മനസ്സിലായോ? സോ ഇതിൻ്റെ ബേസിസിറ്റി, അവൈലബിലിറ്റി ഓഫ് ദാറ്റ് ലോൺ ഇലക്ട്രോൺസ് കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ? ഒബ്വിയസ്ലി കുറവായിരിക്കും. കുറവാണെന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ബേസിസിറ്റി കുറവായിരിക്കും. സോ ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും ലീസ്റ്റ് ബേസിക് ആരായിരിക്കും? അനിലീൻ ആയിരിക്കും. എന്തുകൊണ്ടാണ്? because those lone electrons are delocalized with the ring. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ആലിഫാറ്റിക് അമീൻസ് ആർ ഓൾവേസ് മോർ ബേസിക് ദാൻ അറോമാറ്റിക് അമീൻസ്. ആലിഫാറ്റിക് അമീൻസ് ആണ് അറോമാറ്റിക് അമീനിനെക്കാട്ടിലും എപ്പോഴും ബേസിക്. പറഞ്ഞാൽ മനസ്സിലായോ? ഓക്കെ, യെസ്. വിച്ച് കോമ്പൗണ്ട് ഈസ് ഒബ്റ്റൈൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ? ഈ റിയാക്ഷൻ്റെ അവസാനം നിങ്ങൾക്ക് എന്ത് പ്രോഡക്റ്റ് കിട്ടുമെന്നാണ് ചോദ്യം. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഈഥൈൽ അമീൻ ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ഈഥൈൽ അമീൻ, ദാറ്റ് ഈസ് CH3NH2. അതിനെ നിങ്ങൾ HNO2 ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു, അതായത് ഡയാസോട്ടൈസ് ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞു ആലിഫാറ്റിക് അമീൻ ആണ്, ഡയാസോട്ടൈസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആൽക്കഹോൾ കിട്ടും, CH3OH. അതിനെ നിങ്ങൾ PCl5 ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. CH3OH, PCl5 എന്ന് പറയുന്നത് ക്ലോറിനേറ്റിംഗ് ഏജൻ്റ് ആണ്. സോ OH മാറി അവിടെ എന്ത് വരും? Cl വരും. ഈ സിസ്റ്റം നിങ്ങൾ NH3 ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ഇതിനെ നിങ്ങൾ NH3 ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. സിംഗിൾ മോൾ NH3 ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചോ, ഒറ്റ NH3 ഉള്ളൂ. എന്ത് സംഭവിക്കൂടാ? ഇവിടെ റിയാക്ഷൻ നടന്ന് യു വിൽ ഗെറ്റ് CH3NH2 പ്ലസ് HCl അല്ലേ? യു വിൽ ഗെറ്റ് എന്താണ്? മീഥൈൽ അമീൻ. നിങ്ങൾക്ക് മീഥൈൽ അമീൻ കിട്ടും. യാ, സോ യുവർ ആൻസർ ഈസ് ഓപ്ഷൻ സി, മീഥൈൽ അമീൻ. പറഞ്ഞത് മനസ്സിലായില്ലേ? സിമ്പിൾ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. By heating alkyl halides with alcoholic ammonia in a sealed tube, a mixture of 3 amines are formed, and this reaction is known as? Yes, it is ammonolysis. Ammonolysis of Hofmann's ammonolysis. അങ്ങനെയാണ് ഇതിനെ പറയാം കേട്ടോ. This particular reaction is called Hofmann's ammonolysis. Okay, option C, Hofmann's അമോണോളിസിസ് എന്നാണ് ആ റിയാക്ഷനെ പറയാം. ഓക്കെ, പെട്ടെന്ന് അമോണോളിസിസ് കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോയതാണ്, സോറി. ഇറ്റ് ഈസ് ഹോഫ്മാൻസ് അമോണോളിസിസ്. ഓക്കെ, അസറ്റോനൈട്രൈൽ ഓൺ റിഡക്ഷൻ. അസറ്റോനൈട്രൈൽ എന്ന് പറഞ്ഞാൽ എന്നാ മക്കളെ? CH3CN ആണ് അസറ്റോനൈട്രൈൽ കേട്ടോ. ഈ അസറ്റോനൈട്രൈലിനെ റെഡ്യൂസ് ചെയ്താൽ നമുക്ക് എന്നാ കിട്ടുമോടാ? RCN റെഡ്യൂസ് ചെയ്താൽ CH2NH2 എന്താ ഇത്? എഥനാമീൻ കിട്ടും അല്ലേ? വി വിൽ ഗെറ്റ് എഥനാമീൻ. ഓപ്ഷൻ സി, എഥനാമീൻ ഈസ് അവർ പ്രോഡക്റ്റ്. യാ, ദിസ് ഈസ് ദ മസ്റ്റ് ഫോളോയിങ് തിങ്. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. RX plus KCN. Yeah, it is RCN. RX plus KCN, you will get RCN. Then RX plus CH3COOAG. ഈ റിയാക്ഷൻ നിങ്ങൾക്ക് അത്ര ഫെമിലിയർ അല്ല, നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പഠിക്കാനുള്ളൊരു റിയാക്ഷൻ അല്ല കേട്ടോ. ഇത് നിങ്ങൾക്ക് അത്ര ഫെമിലിയർ ആയിട്ടുള്ളൊരു റിയാക്ഷൻ അല്ല എന്ന് എനിക്കറിയാം. എനിവേയ്സ്, ജസ്റ്റ് റിമെമ്പർ ദാറ്റ് ദിസ് ഈസ് എസ്റ്റർ. ഓക്കെ, പ്രോഡക്റ്റ് എന്തായിരിക്കും? എസ്റ്റർ ആയിരിക്കും. നിങ്ങൾക്ക് പഠിക്കാനുള്ളതല്ല, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഓക്കെ, ദെൻ CH3CN ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്, CH3CH2NH2. CH3CH2NH2. യെസ്, CH3CH2NH2. ദെൻ ദിസ് ഈസ് ഹോഫ്മാൻസ് ഡീഗ്രഡേഷൻ. എന്ത് കിട്ടും? അനലീൻ കിട്ടും. യാ, ഓപ്ഷൻ 1. ദെൻ RNH2, ഒരു പ്രൈമറി അമീൻ ഉണ്ട്, അതിനെ കാർബൈലമീന് വിധേയപ്പെടുത്തിയാൽ ഐസോസൈനൈഡ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും അല്ലേ? ഐസോസൈനൈഡ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. സോ ദിസ് ഈസ് ഇറ്റ്. കഴിഞ്ഞല്ലോ ഇല്ലേ? സോ A22, B23, A22,
യാ A2 2 ഈ ഒരു ഓപ്ഷനേ ഉള്ളൂ. A2 2, B2 3, C2 4, D2 1, E2 5. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ ആണല്ലോ? യെസ്, വെരി സിമ്പിൾ. അടുത്ത ഒരു ക്വസ്റ്റ്യൻ, ദ പോസിറ്റീവ് കാർബൈലമീൻ ടെസ്റ്റ് ഈസ് ഗിവൺ ബൈ. പോസിറ്റീവ് കാർബൈലമീൻ ടെസ്റ്റ് തരണമെങ്കിൽ പ്രൈമറി അമീൻ ആയിരിക്കണം. ഓക്കെ, NN ഡൈമീഥൈൽ. NN ഡൈമീഥൈൽ എന്ന് പറഞ്ഞാൽ നൈട്രജനിൽ 2 മീഥൈൽ എന്നാ. അതൊരു പ്രൈമറി അമീൻ ആണോ? അല്ല. 2,4 ഡൈമീഥൈൽ അനലിൻ. ഓക്കെ, 2,4 ഡൈമീഥൈൽ അനലിൻ. നോക്കാം. NN ഡൈമീഥൈൽ 2,4 ഡൈമീഥൈൽ അനലിൻ എങ്ങനെ വരയ്ക്കും? 2,4 aniline is NH2 2,4 അല്ലേ? 2,4 ഡൈമീഥൈൽ അനലീൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ദെൻ N മീഥൈൽ എന്ന് കാണുമ്പോൾ തന്നെ പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ദെൻ പാരാമീഥൈൽ ബെൻസൈൽ അമീൻ. പാരാമീഥൈൽ മേ ബി ഇറ്റ്സ് N മീഥൈൽ. യാ, N methyl benzyl amine. N methyl benzyl amine സെറ്റ് ആവുമോ? തീർച്ചയായിട്ടും ഇല്ല. സോ അവർ ആൻസർ ഈസ് 2,4 ഡൈമീഥൈൽ അനലീൻ. ഓക്കെ, 2,4 ഡൈമീഥൈൽ അനലീൻ ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. ബാക്കിയെല്ലാം എന്താണ്? ഒന്നുമില്ല, സെക്കൻഡറി അല്ലെ പ്രൈമറി അമീൻസ് ആണ്. സെക്കൻഡറിയോ പ്രൈമറിയോ അമീൻസ് കാർബൈലമീൻ തരില്ല. സെക്കൻഡറിയോ ടെർഷറിയോ അമീൻസ് കാർബൈലമീൻ തരില്ല. ഓക്കെ, പ്രൈമറി അമീൻസ് മാത്രമേ തരുള്ളൂ. സോ നമുക്ക് തന്ന ഓപ്ഷൻസിൽ പ്രൈമറി അമീൻ എന്ന് പറയുന്നത് 2,3 ഡൈമീഥൈൽ അനലീൻ മാത്രമാണ്. സോ അവർ ആൻസർ ഈസ് ദാറ്റ്. ഓക്കെ അല്ലേ? ഓക്കെ, യെസ്. So that was the most simplest organic chemistry chapter, amines and nitrogen compounds. ആ ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഐ ഹോപ്പ് ചാപ്റ്ററിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുക. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ യു ക്യാൻ കൺസൾട്ട് വിത്ത് ദ ടീച്ചർ, നോ പ്രോബ്ലം. ഓക്കെ ആണ്? ഓക്കെ, ബൈ ബൈ. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ പേഷ്യൻറ്റ് ലിസണിങ്. ബൈ ബൈ.